റജി ലൂക്കോസിനെ തത്സമയം കിട്ടിയില്ല. അദ്ദേഹവുമായി അല്പം മുമ്പ് ഞാൻ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം BJP ആയി ഇതിനുള്ള ന്യായീകരണങ്ങൾ പറയുകയുണ്ടായി. അതിലേക്കൊന്ന് പോകാം. ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹവുമായിട്ട്. ശ്രീ റജി ലൂക്കോസ്, ഇപ്പോൾ ഒറ്റച്ചാട്ടത്തിൽ BJP ആയതുപോലെയാണല്ലോ. എന്താണ് ഇങ്ങനെ BJPയിലേക്ക് പോകാൻ കാരണം? ഒറ്റച്ചാട്ടമൊന്നും പറയാൻ പറ്റത്തില്ല. ഞാന് 10 ദശകത്തിൽ അധികമായിട്ട് ചാനൽ ഡിബേറ്റുകളിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. പാർട്ടിയുടെ ആളായിട്ടല്ല, ഞാനൊരു സഹയാത്രികൻ മാത്രം, അറിയാമല്ലോ. ഞാൻ ഈ പാർട്ടിയുടെ മെമ്പറായിട്ട് 7 വർഷമായി. 2021 തോന്നുന്നു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ജില്ലാ സമ്മേളന പ്രതിനിധിയായിരുന്നു ഞാൻ. ഇക്കഴിഞ്ഞ 2025 നടന്ന ഏരിയ സംസ്ഥാന സമ്മേളനത്തിനോട് മുന്നോടിയായിട്ടുള്ള ഏരിയ സമ്മേളനത്തിലും പ്രതിനിധിയായിരുന്നു ഞാൻ. പാർട്ടി മെമ്പറാണ്. ഒരു സ്ഥാനമാനങ്ങളും പാർട്ടി വഹിച്ചിട്ടില്ല. ലോക്കൽ മെമ്പറായിട്ട് പോലും ഞാൻ ഈ പാർട്ടി സ്ഥാനമാനം വഹിച്ചിട്ടില്ല. കൈരളി ചാനൽ തുടങ്ങിയ അന്ന് മുതൽ എൻ്റെ രാഷ്ട്രീയ പ്രോഗ്രാംസ് ഉണ്ട്. കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വളർച്ചയുടെ ആവശ്യത്തെക്കുറിച്ച് ഞാൻ 18 എപ്പിസോഡ് ഒരു വിയോജിപ്പിന് ശക്തമായ പ്രോഗ്രാം ചെയ്തു. പിന്നെ എന്റെയാണ് ആനക്കാര്യം. അത് കഴിഞ്ഞൊരു ചെറിയ നാളെ ഞാൻ പ്രവാസിയായിരുന്നു. തിരിച്ചു വന്നിട്ട് വീണ്ടും പാർട്ടിക്ക് വേണ്ടി എഴുത്തും ദർശാവനിലൊക്കെ ഞാൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, യാത്രാവിവരങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ സമീപകാലത്ത് നമ്മളെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ CPMന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പ്രകടമാകും. ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് വരാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നു. ഇനി എന്നെ സംബന്ധിച്ചോളം സ്വാധീനിച്ചതൊന്നുമല്ല. കാരണം നാളുകളിൽ കേരളത്തിന്റെ ഭാവി, നാളുകളിലുള്ള നമ്മുടെ ചെറുപ്പക്കാരുടെ യുവതലമുറയ്ക്ക് വഴിയടയുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക്. അതിന് കേരളം കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ട അത്യാവശ്യമാണ്. അതിന് BJP മാത്രമേ സഹായകരമായ രാഷ്ട്രീയ പ്രസ്ഥാനം എനിക്ക് പൂർണ്ണ ബോധ്യമായി. കാരണം എന്റെ യാത്രകളിലും നോർത്ത് ഇന്ത്യയിലെ യാത്രകളിലും ഒക്കെ ഞാൻ അവിടുത്തെ വികസനങ്ങളൊക്കെ വലതും നേരി കണ്ടിട്ടുണ്ട്. അപ്പൊ കേരളത്തിനെ സംബന്ധിച്ചോളം കേരളത്തിന് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഡെവലപ്മെന്റ് മൈൻഡുമായിട്ടുള്ള ഒരു പാർട്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങൾ അദ്ദേഹം പറയുന്നതിൽ മുഴുവനും കേരളം ഡെവലപ്പ് ചെയ്യണം, നമുക്ക് മുമ്പോട്ട് പോകണം എന്നുള്ള വാക്കുകൾ സ്വാഭാവികമായിട്ട് എന്നെ സ്പർശിച്ചു. പക്ഷേ റജി ലൂക്കോസ്, താങ്കൾ ഈ കഴിഞ്ഞ ദിവസം വരെ BJP ഒരു ഫാസിസ്റ്റ് പാർട്ടി എന്നുള്ള നിലപാടിലായിരുന്നുവല്ലോ. അത് മാത്രമല്ല കേന്ദ്ര ഭരണം, അതിനെതിരെ താങ്കൾ തുടർച്ചയായിട്ട് CPMന്റെ നാവായിട്ട് സംസാരിച്ചു വരികയായിരുന്നു. സ്വാഭാവികമായിട്ടൊരു പാർട്ടിയിൽ നമ്മൾ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് വിശ്വസിച്ച് ഒരു പാർട്ടിയോടൊപ്പം സഹയാത്ര നടത്തുന്ന ഒരാൾക്ക് ആ പാർട്ടിനെ വഞ്ചിച്ചുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനത് മാന്യമായ രീതിയിൽ തന്നെ അത് നിലപാടെടുത്തു. പിന്നെ എനിക്ക് തോന്നി എന്നോടും ആ പാർട്ടി ഭയങ്കരമായിട്ടൊരു അവഗണനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിയാ പോകുന്നവർക്കെല്ലാം ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നു, എതിർ പാർട്ടിയിൽ നിന്ന് വരുന്നവർക്കെല്ലാം ഉന്നത സാധനങ്ങൾ കൊടുക്കുന്നു, പിണങ്ങി ഒരു പാർട്ടിയിൽ നിന്ന് വന്ന പിറ്റേ ദിവസം കൊണ്ട് ആ പാർട്ടിയുടെ വ്യക്തമാക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിരവധി ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഇത് പാർട്ടി പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അംഗീകാരം തരത്തില്ല. എനിക്ക് അംഗീകാരം മറ്റൊന്നും വേണ്ട. പക്ഷെ ഞാനെന്നുള്ളൊരു വ്യക്തിക്ക് പരിഗണന സ്വാഭാവികമായിട്ടും തരണ്ട. അത് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ്. താങ്കൾക്ക് വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിൽ താങ്കൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ചാനൽ ചർച്ചയിൽ പോലും പാർട്ടിയെ തള്ളിപ്പറഞ്ഞു വരാമായിരുന്നു, അല്ലെ? അങ്ങനെ താങ്കൾ പക്ഷെ വന്നിട്ടില്ല. കാരണം താങ്കൾ ഈ പാർട്ടിയുടെ ഒരു ഭാരവാഹിത്വവും വഹിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ CPM നേതാക്കൾ പറയുന്നത് താങ്കൾ ഈ ഏരിയ സമ്മേളനത്തിൽ താങ്കളെ ജില്ലാ സമ്മേളനത്തിലേക്ക് പ്രതിനിധിയായി അയച്ചിട്ടില്ല എന്നാണല്ലോ. അത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? കോട്ടയം ജില്ലാ സമ്മേളന പ്രതിനിധിയായിരുന്നു ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം ഏരിയ സമ്മേളന പ്രതിനിധിയായിരുന്നു. അവരയച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല. പക്ഷെ എന്റെ ശരീരം എന്റെ മനസ്സും കൊണ്ട് അവിടെ പ്രതിനിധിയായിരുന്നു. അല്ലാണ്ട് എനിക്ക് അതിനകത്ത് ഇടിച്ചു കയറാൻ പറ്റുമോ? പക്ഷെ ഇത് പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹികൾ തന്നെയാണ് ഈ പറയുന്നത്. ഇപ്പോൾ അനിൽകുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ അത് കൃത്യമായിട്ട് കാണാനും പറ്റും. സംസ്ഥാന സമിതി അംഗം കൂടിയാണല്ലോ. ഞാൻ മഞ്ജുഷിനോട് ഈ ചാനലിൽ ഇരുന്നാ പറയണേ, ഞാൻ ഈ പാർട്ടിയുടെ മെമ്പറാണ്. ഞാൻ 2021 തോന്നുന്നു കോട്ടയം ജില്ലാ സമ്മേളന പ്രതിനിധിയായിരുന്നു. ഞാനവിടെ ഒളിച്ചു വന്നിരിക്കുമല്ലായിരുന്നു. അവിടെ ഉള്ള എല്ലാ ആളുകളുമായിട്ടും ഞാൻ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ഇടപെട്ട ഒരാളാണ്. ഒരാൾക്കും ആ ജില്ലാ സമ്മേളന പ്രതിനിധി എന്റെ അച്ചടിച്ചുള്ള ബാഡ്ജ് ഇതെല്ലാം എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അവർ തന്ന കിറ്റ് എല്ലാം എനിക്കുണ്ട്. കഴിഞ്ഞ തവണ പക്ഷേ ഞാൻ ഏരിയ സമ്മേളനം മാത്രമേ പോയിട്ടുള്ളൂ, പ്രതിനിധിയായിരുന്നു. ഇനി ഞാനത് പങ്കെടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയാനാ? ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരിക്കുന്ന നുണ പറയാമെന്നോ? എനിക്ക് അവരുടെ പരിഭവമില്ല. അവർക്ക് എന്തെങ്കിലും രീതിയിൽ വഴിയെ പോയ ഒരാള് വേറെ ഏതെങ്കിലും പാർട്ടി പോയി ഞങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. അവരങ്ങനെ പറഞ്ഞോട്ടെ. അവർ ആ രീതി തന്നെയാണ്. മറ്റൊരു കാര്യത്തോടെ BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടക്കുന്ന ഒരു സമയമാണ്. ക്രൈസ്തവ സമുദായത്തിലേക്ക് കടന്നു വരുവാനുള്ള BJPയുടെ ശ്രമം. അതിന്റെ ഭാഗമായിട്ട് ക്രൈസ്തവ നാമധാരികളായ ആര് വന്നാലും അവർ സ്വീകരിക്കും, അതിന് സംശയമില്ല. ആ BJPയുടെ തന്ത്രത്തിൽ നിങ്ങൾ വീഴുകയാണോ ശരിക്കും? ഒരിക്കലും അങ്ങനെ തന്ത്രങ്ങളൊന്നും വീടുന്ന ആളല്ല ഞാൻ എന്റെ എഴുത്തുകളും എന്റെ ചാനൽ സംവാദങ്ങളും കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ ഒരു തിരുത്തുണ്ട് മഞ്ജുഷ് പറഞ്ഞതിൽ.
പാർട്ടിയുടെ പല തെറ്റായ നടപടികളെ ഞാൻ എതിർത്തിട്ടുള്ള ആളാണ്. ഉദാഹരണം, പാർട്ടിയുടെ അല്ലെങ്കിൽ പോലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അത് തെറ്റായി പോയെന്നും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നും ആദ്യമായിട്ട് ഞാൻ ആവശ്യപ്പെട്ടത്. ഞാൻ ആ ചർച്ചകളിൽ തുടക്കം മുതൽ ആ നിലപാടെടുത്തൊരു വ്യക്തിയാണ്. പക്ഷെ അതിലും താങ്കൾ CPM-നെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒരിക്കലും കുറ്റപ്പെടുത്തിയിരുന്നില്ല. ഇല്ല, തീർച്ചയായിട്ടും പിണറായി വിജയനെയും പാർട്ടി ഞാൻ കുറ്റപ്പെടുത്തില്ല. പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ അവിടെ കൊള്ള നടന്നത്. അത് ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് താങ്കൾ വീണ്ടും ഈ പെട്ടെന്ന് BJP-യിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇനി BJP-യുടെ നാവായിട്ട് താങ്കൾ പ്രവർത്തിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇന്നലെ വരെ താങ്കൾ തള്ളിപ്പറഞ്ഞ ഒരു പ്രസ്ഥാനത്തെ ഒരിക്കലും കൂടെ ചേർക്കാൻ പറ്റില്ല, തൊട്ടുകൂടാത്തതാണെന്ന് താങ്കൾ പറഞ്ഞിരുന്ന ഒരു പ്രസ്ഥാനത്തിനൊപ്പം താങ്കൾക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? അല്ല, അത് വളരെ ഈസിയാണ്. നമ്മൾ തൊട്ടുകൂടാൻ പറ്റാത്ത വാക്കൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ പല രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വിമർശിച്ചിട്ടുണ്ട്. സ്വാഭാവിക ജനാധിപത്യ വിശ്വാസമാണ്. ഒരു മനുഷ്യന് ഒരേ സ്ഥലത്ത് തന്നെയാണ് ജീവിക്കുക, മറ്റൊരു തരത്തിലും മാറാൻ പാടില്ല എന്നൊരു നിയതമായ വ്യവസ്ഥ ഈ ലോകത്തിലൊരു സ്ഥലത്തുമില്ല. മനുഷ്യന് പല രീതിയിലുള്ള ചിന്തകളിലൂടെയും എന്താ പറയുക, നമ്മൾ കാണുന്നതിലൂടെയും നമുക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായാൽ ആ മാറ്റത്തിനോടൊപ്പം സഞ്ചരിക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ജീവി. ഞാൻ അതിന്റെ ഒരാളാണെന്ന് മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതി. അല്ലാതെ കണ്ട് പരിഗണന കിട്ടിയില്ല എന്ന് താങ്കൾ പറയുമ്പോൾ BJP-യിലും ഇനി പരിഗണന കിട്ടിയില്ലെങ്കിൽ താങ്കൾക്ക് മറ്റു മേച്ചിൽപ്പുറം തേടേണ്ടി വരും. അങ്ങനെയാണ്. ഞാൻ പരിഗണന കിട്ടിയില്ല അതൊരു വാക്ക് മഞ്ജുഷോട് പറഞ്ഞില്ലല്ലോ. CPM-ൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇത്രയും വർഷങ്ങൾ ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി നിന്നിട്ടും എന്നെ തീർച്ചയായിട്ടും അത് എന്നോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതുവരെ ഞാൻ മിണ്ടിയിട്ടില്ല. അവർ പരിഗണന തന്നിട്ടില്ല സ്വാഭാവികമായിട്ടും. അതല്ലാതെ കണ്ട് വഴിയെ പോകുന്ന പലർക്കും ആ പാർട്ടി ഉന്നത പൊസിഷൻ കൊടുക്കുന്നുമ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് താങ്കളെ അവഗണിക്കുന്നു? ഇതാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. നാളെ BJP-യിൽ എന്തായാലും എനിക്ക് പരിഗണന വേണമെന്നോ അല്ലെ എനിക്ക് എന്തെങ്കിലും നേതൃത്വമോ അല്ലെ എന്തെങ്കിലും പരിഗണന വേണമെന്നോ ഒരു വാക്ക് ഞാൻ ആ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. അവരെന്നോടും പറഞ്ഞിട്ടില്ല. റെജി ലൂക്കോസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നിലപാടുണ്ടാകത്തില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് BJP ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നോ അതോ താങ്കൾ അങ്ങോട്ട് സമീപിക്കുകയായിരുന്നോ? അതിനൊന്നും മറുപടി പറയാൻ പറ്റത്തില്ല. അതൊക്കെ നമുക്ക് അതൊക്കെ വളരെ ഒരു എന്താ പറയുക, അതിൻ്റെതായ രീതിയിൽ അത് അതിൻ്റെതായ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ മാധ്യമങ്ങൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത്. എന്റെ പാർട്ടി ഇപ്പം BJP-യാണ്, നാളെ എങ്ങനെയായിരിക്കും? ആ പാർട്ടി അവതരിപ്പിച്ച് മാത്രമല്ല എന്നോട് ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, ഒരു പെട്ടെന്നാണല്ലോ ആർക്കും ഒരു ഇത് കിട്ടിയില്ലെന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ പരിവർത്തനത്തിലേക്ക് ഞാൻ വന്നു. ഞാനിപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പറാണ്. ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് അതിന്റെ വികസന ആശയങ്ങൾക്ക് വേണ്ടിയിട്ടും ആ പാർട്ടിയോടൊപ്പം ഞാൻ എന്റെ അവസരം കിട്ടുമ്പോൾ എന്റെ നാവ്, എന്റെ ശബ്ദം ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതാണ് റെജി ലൂക്കോസിന്റെ വാക്കുകൾ. ശ്രീജിത് പണിക്കർ ഇനി BJP-യുടെ നാവാണ്. ശ്രീജിത് പണിക്കർ, ഇതാ ഇനി BJP-യുടെ നാവാണ് റെജി ലൂക്കോസ്. ഇതേ റെജി ലൂക്കോസ് തന്നെ ഫേസ്ബുക്കിൽ വളരെ അഭിമാനത്തോടു കൂടി എഴുതിയിട്ടുണ്ട് എന്നെക്കുറിച്ച്. എന്നെ BJP ആക്കിക്കൊണ്ട് ഒരുപക്ഷെ ചാനൽ ചർച്ചകളിൽ ശ്രീജിത് പണിക്കർ BJP-യുടെ വക്താവാണ് എന്ന് ആദ്യമായിട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ഞാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.